Praise the Lord. സന്തോഷത്തോടെ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Everybody who's happy, let us lift our hands and give glory to God. Hallelujah. Hallelujah. Amen. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസ്ഥലായിരിക്കുന്ന കർത്തൃദാസൻ ഷിനു പാസ്റ്റർ എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. Greetings to you all in the precious name of the Lord and Savior Jesus Christ. I thank Shinu Pastor and all the church members, and I greet you all in the name of the Lord Jesus Christ who's coming soon. Praise the Lord. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എല്ലാ സ്നാന ശുശ്രൂഷയ്ക്കും ഈ ഹല്ലേലൂയ സ്തോത്രം ചർച്ചിൽ നടക്കുമ്പോൾ കടന്നു വരുവാനും പങ്കെടുക്കുവാനും ഇടയായി തീർന്നതിൽ വളരെ സന്തോഷമുണ്ട്. And I have been a part of all the baptism service that was conducted in the church in the past. ഇന്ന് പകൽക്കാലം നമ്മുടെ ജോയൽ തോമസിന്റെ സ്നാനം നമുക്ക് ഹല്ലേലൂയ ഒരുമിച്ച് കടന്നുപോയി നടത്തുവാൻ ഇടയായി തീർന്നു. അത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു സമയമാണ് ഹല്ലേലൂയ സ്നാനം എന്നുള്ളത്. And today we were able to witness the baptism of Joel Thomas. That is a day when heavens rejoice. Praise the Lord. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗം തുറക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ സ്നാനത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് സ്വർഗം തുറന്നു പ്രാവുന്ന രൂപത്തിൽ ഹല്ലേലൂയ കടന്നു വരുവാനിടയായി തീർന്നു. And in the scriptures we can see that how Jesus, when he was baptized, the heavens opened and the Holy Spirit came down as a dove and rested upon him. ഇതുവരെ സ്നാനപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, സ്നാനം എന്ന് പറയുന്നത് സഭയോട് ചേരുവാനല്ല, യേശുവിനോട് ചേരുവാനാണ്. And today if there are someone who is not baptized, I just want to tell you that baptism is not for you to be united with the church, but if you are baptized you will be united with Jesus Christ. അടുത്ത ദിവസങ്ങളിൽ സ്നാനം നടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഇടയായി തീരട്ടെ. യേശുവിന്റെ അടുത്ത വരവിന് മുൻപ് അവനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണം. And the next days when there is a baptism service, I request you to be a part of it because Jesus Christ is coming soon, so we will be united with him. ഹല്ലേലൂയ. കർത്താവ് പാസ്റ്റർ പറയുവാൻ ഇടയായി തീർന്നു. ഇന്ന് സ്നാനമുണ്ട് കടന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ വേറൊരു പാസ്റ്ററെ ആക്കിയിട്ട് ഹല്ലേലൂയ ഇന്ന് കടന്നു വരുവാൻ ഇടയായി തീർന്നു. എല്ലാ നന്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. And when Shinu Pastor asked our dear pastor that today is a baptism service, you can be a part of it. So today our dear pastor has appointed somebody else in his church, and he is able to come and join us today. കഴിഞ്ഞ ഏകദേശം 15 വർഷങ്ങൾക്ക് ഹല്ലേലൂയ അകമായിട്ട് ഷിനു പാസ്റ്റർ കുടുംബമായി ചർച്ചുമായിട്ട് ഒരുമിച്ച് നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ഇടയായി തീർന്നു. എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. For the past 15 years we have a good relationship with Shinu Pastor, and we are able to continue in that relationship for the glory of God. ഞങ്ങൾ എക്സിറ്റിലാണ് ആദ്യമായിട്ട് ചർച്ച ആരംഭിച്ചത്. അന്നത് ജസ്റ്റിസ് ബ്രദർ ഫാമിലി ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യമുണ്ട്. അതുള്ള പല ആൾക്കാർ ഒരുമിച്ച് ഞങ്ങൾക്ക് ആരാധിപ്പാൻ ഇടയായി തീർന്നു. ആ സ്നേഹബന്ധം ഇപ്പോഴും ദൈവകൃപയിൽ മുന്നേറുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. We started our church ministry in Exeter, and today we have one of the families who were with us, just sister and family, and together we are able to worship God together, and today, even till today, we are able to maintain a good relationship. ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ശക്തീകരിക്കുകയും നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ ആവശ്യമായുള്ള ബലവും ധൈര്യവും നമുക്ക് നൽകുന്നത്. And the word of God is something which gives us strength for our day-to-day life. ഹല്ലേലൂയ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ വചനം കലങ്ങിയെടുക്കാം. അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം 16-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. And let us turn our Bibles to Acts chapter 16 verse 25 and 26. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്. തലകളെ വണക്കാം. നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്നാനത്തിന് ശേഷം ഞങ്ങൾക്ക് കർത്തന്മേശയിൽ കടന്നു വരുവാനിടയായി തീർന്നു. ശുശ്രൂഷയൊക്കെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. അല്പസമയം ദൈവത്തിൻ്റെ വചനവുമായി ഞങ്ങൾ ഒരുമിച്ച് ദിവസത്തിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുന്ന പൽക്കാലം ഞങ്ങളോട് സംസാരിക്കുക ഇടപെടുമാറാകണമേ. ക്രൂശിൻ്റെ മറവിൽ ഞങ്ങൾ മറയുന്നു. ദൈവത്തിന് ഇന്ന് പൽക്കാലം മൗത്തപ്പെടുവാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിനെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിടുതലിനെ പറ്റിയാണ് അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. So for a few minutes we're going to meditate on the word of God, which will tell us if we worship God we are going to see great deliverance. അടുത്തിരിക്കുന്നവർ കരങ്ങളെ കൊടുത്തിട്ട് പറഞ്ഞേ, ആരാധനയിൽ വിടുതലുണ്ട് എന്ന്. And can you shake hands of your neighbors and say that there is deliverance in worship? ആരാധന ഇല്ല എങ്കിൽ നമ്മൾ ബന്ധനത്തിൽ അകപ്പെടുവാനിടയായി തീരും. And if we have no worship in our day-to-day life, we
are in bondage. ഇന്ന് ഞായറാഴ്ച ആരാധന കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഇറങ്ങി വരുവാനിടയായി And when we set our journey to worship God today, God's presence came along with us. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ കടന്നു വന്നാൽ അവിടെ ആ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന്. And the word of God says that where 2-3 people gather in his name, there his presence is always there. നമ്മൾ ഇന്ന് പൽക്കാലം ആരാധിക്കാൻ കടന്നു വന്നത് കല്ലിനെയോ ബിംബത്തെയോ നിർത്തിയിരിക്കുന്ന ഒന്നിനെയുമല്ല, സർവശക്തനായ ജീവനുള്ള ഹല്ലേലൂയ അഖിലാണ്ടത്തിന്റെ ഉടവനായ യേശുവിനെ അത്രേ ആരാധിക്കുവാൻ ഇന്ന് പൽക്കാലം കടന്നു And വന്നിരിക്കുന്നത്. today we have come here not to worship any stone or any kind of image or any kind of idol, but we have come here to worship the living God who is the creator of all, who is Jesus Christ. ഫറവോന്റെ അധീനയിൽ കിടക്കുന്ന ജനത്തോട് യേശു കർത്താവ് മോശയോട് പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന്. And the people of Israel who are in the bondage are under Pharaoh, and God told Moses, set yourself out so that my people can come and worship me. എല്ലാ കാലത്തും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം വിട്ടയക്കുവാൻ. And God in all times he requires a set of people to worship him. ഇവിടെ നമുക്ക് വായിക്കുവാനിടയായി തീർന്നത് അർദ്ധരാത്രി പൗലോസും ശീലാസിന്റെ ഒരു ആരാധനയാണ്. Now here in the passage that we read, we see that in the midnight Paul and Silas, they started praying. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ പുറകോട്ടിറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ കാരാഗ്രഹത്തിലേക്ക് പോയെന്ന് കാണുവാനിടയായി തീരും. അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവർ പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുവാനിടയായി തീർന്നു. And now we can see the background on why Paul and Silas ended up in jail. And if we read verse 16, we can see that they went to pray there. ഇവിടെ വായിക്കുന്നവർ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഐക്യതയെ പറ്റി കാണുവാനിടയായി തീരും. Now we can see that as they say that, they started praying. That means that that shows a unity where 2 people are gathered together and they're praying. നമ്മൾ പല ദേശത്തും പല കുടുംബങ്ങളിലും ഹല്ലേലൂയ ജനിച്ചു വളർന്നവരാണ്. എന്നാൽ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്ന ഒരു ഐക്യതയാണ്. ഹല്ലേലൂയ, അതിനുമേൽ അത്രേ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. Now we are coming from different backgrounds, different regions, but when we come together as a fellowship, as oneness, that is where we are able to experience the presence of the Lord. ഒന്നാമത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഐക്യത വേണം. 2, നമ്മൾ കൂടി വരുമ്പോൾ സഭയിൽ നമുക്ക് ഐക്യത വേണം. And first thing is there has to be a unity in our family. There has to be a good bondage in a family, and then we should also have a good bondage in the church. ഇവിടെ പൗലോസ് ശീലാസ് അവർ 2 പേർ ആണെങ്കിലും അവർ ഒരുമിച്ച് ആരാധനയിൽ കടന്നു വന്നപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ ഒരുമിച്ച് ആരാധനയിൽ കടന്നുപോയെന്ന്. And now you see that Paul and Silas, two different people, but when they came together, they are able to say that we are going to worship the Lord together. ഐക്യത സ്നേഹം ഒന്നെന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീരും. And when there is love and unity, you will be able to experience the presence of the Lord coming down. സ്വർഗ്ഗത്തിൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഐക്യത സ്നേഹമുള്ളിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി And തീരും. where there is love and unity, and that is where you are able to see the work of God. ഇവിടെ യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന ഒരു സഹോദരിയെ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ, അവൾ വിളിച്ചു പറയുകയാണ്, ഈ കടന്നു വന്നിരിക്കുന്ന സാധാരണ വ്യക്തിയല്ല, അത്യുന്നതന്റെ ദൈവത്തിന്റെ ദാസന്മാരെന്ന് വിളിച്ചു പറഞ്ഞു. And you can see a soothsayer, a lady through whom her masters made a lot of money, and she is behind Paul and Silas, telling that these are the people of the living God in whom the Spirit of the Lord dwells. പിശാച് ബാധിച്ച ഒരു വ്യക്തിയാണെങ്കിലും ഹല്ലേലൂയ അവൾ വിളിച്ചു പറയുന്നത് സത്യമായിട്ട് യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ്. Though this lady is possessed with evil, she is proclaiming one truth, which is about Paul and Silas, that is, these are the people of God. പലപ്പോഴും നമ്മുടെ വിലയെപ്പറ്റി നമുക്കറിയത്തില്ല, എന്നാൽ പിശാചിനറിയാം. നമ്മൾ സാധാരണ വ്യക്തിയല്ല, അത്യുന്നതിന്റെ ദാസന്മാരായ മക്കളാണ്, ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. Many times we do not recognize ourselves, but the devil recognizes us as the children of the living God. എന്നെ നിങ്ങളെ ദൈവമായ കർത്താവ് വീണ്ടെടുത്ത് എന്നറിയാമോ, അവന്റെ യേശുവിന്റെ രക്തത്താൽ എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. We are being redeemed by the blood of Jesus Christ. അതുകൊണ്ട് അന്ധകാര ശക്തിക്കോ ശത്രുവിനോ നമ്മൾ അടുത്തു വരുവാൻ പറ്റത്തില്ല. യേശുവിന്റെ രക്തം എവിടെയുണ്ടോ അവിടെ തളിക്കപ്പെട്ടിടത്ത് ഓരോരുത്തർക്കും പിശാച് നമ്മളെ വിട്ട് മാറുവാനിടയായി തീരും. And because the blood of Jesus is upon us, it has been sprinkled upon us. That is the reason no evil or no darkness can come and attack us. പഴയ നിയമത്തിലേക്ക് കടന്നുപോയി കാണുവാനിടയായി തീരും. കുഞ്ഞാടിനെ അറുത്ത് പെസഹ ആചരിച്ചപ്പോൾ കട്ടിൽക്കാൽമേലും കുറുമ്പടി മേലും അതിന് രക്തം പുരട്ടിയെന്നറിയാമോ, സംഹാരൻ അരുളിലേക്ക് കടക്കുവാനിടയായി തീർന്നില്ല. ഇന്ന് പൽക്കാലം യേശുവിന്റെ രക്തത്താൽ എൻ്റെ നിങ്ങളുടെ കുടുംബങ്ങളെ മുദ്ര ചെയ്യുന്നുവെങ്കിൽ ഒരു അന്ധകാര
ശക്തിക്കോ പോരിനോ ഉള്ളിലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചനത്തെ ഉറച്ച് ഞാൻ വിളിച്ചു പറയുകയാണ്. In the Old Testament, we can see that a lamb was slaughtered and its blood was applied on the lintels of the house, which is to protect them from a deadly angel who could demolish everybody. But in a similar way, if we are able to secure our families by the blood of Jesus, no dark forces can come against us. അതിന്റെ 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പല നാളുകളായി ഈ സഹോദരി ചർച്ചിൽ ചെല്ലുമ്പോൾ ഈ കാര്യം വിളിച്ചു പറയുമ്പോൾ എന്നറിയാമോ, കർത്താദാസന്മാർ മുഷിച്ചെന്നറിയാമോ, യേശുവിന്റെ നാമത്തിൽ അവളെ ശാസിക്കുവാനിടയായി അവളുള്ള അന്ധകാര ശക്തി പുറത്തു പോകുവാനിടയായി. And this lady who was possessed with evil, every time she used to come and disturb, and every time she used to speak that these are the people of the living God. And but since it was too disturbing, Paul and Silas, they rebuked that lady, and the evil spirit left her. നമ്മുടെ കഴിവുണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ പിശാചിനെ ചെല്ലുവാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമം പറഞ്ഞാലുണ്ടല്ലോ അന്ധകാര ശക്തി വിറയ്ക്കുവാൻ തുടങ്ങും. സ്വർലോരുടെയും ഭൂലോരുടെയും മുഴങ്കാൽ ഒരുപോലെ മടങ്ങുന്നത് യേശുവിൻ്റെ നാമത്തിന് മുൻപാകെയാണ്. യേശുവിനെ എവിടെ ഉയർത്തുന്നുണ്ടോ അവിടെ സകല ജനവും ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയായി തീരും. And it is not because of our abilities or capabilities that we are able to drive out devil, but in the name of Jesus, the devil trembles, because all authority over on earth and in heaven is been given to Jesus. There is a reason no devil can come near us. 19-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവള്. ഹല്ലേലൂയ, അവളുടെ ഭൂതം പോയി കഴിഞ്ഞപ്പോൾ യജമാനന്മാരുടെ ലാഭം മുഴുവൻ നിന്ന് കഴിഞ്ഞപ്പോൾ എന്നറിയാമോ, ഹല്ലേലൂയ, അവരെ പിടിക്കുവാനിടയായി തീർന്നു. Now because this lady was able to soothsay and she was able to tell fortunes, her masters were able to make a lot of money. Now since the evil force which was there on her is driven away, now she's not able to make or do the same thing. So that is the reason their master set out to catch Paul and Silas. ഇവിടെ ഇങ്ങനെ വായിക്കുവാനിടയായി തീർന്നു, അവരെ ആശ പോയി കീഴുവാനിടയായി തീർന്നു. പിശാചിന് പല ആശകളുണ്ട് നമ്മളെ പറ്റി. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ടപ്പെട്ട വ്യക്തി ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ ഹല്ലേലൂയ, പിശാചിന്റെ പല ആശകളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറുവാനിടയായി തീരും. Now you see that this devil has a lot of hopes, and the people have a lot of hopes from this woman who was making profit for them. Similarly, the devil has some hopes from each and every one of us, but by the blood of Jesus, he will not be able to have his desire over us. ഇന്ന് വന്ന കടന്നു വന്ന ദൈവമക്കളോട് ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിന് നമ്മളെ പറ്റി ഒരു ആശയുണ്ട്. അതാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. അവരുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ ടോർക്കയിൽ കൊണ്ടുവന്നുവെങ്കിൽ, എക്സിറ്റിൽ ഡെവണിൽ പലയിടങ്ങളിൽ താമസിക്കുന്നുവെങ്കിൽ, അല്ലെ നമ്മൾ അറിഞ്ഞ സന്തോഷ സത്യം മറ്റുള്ളവരോട് വിളിച്ചു പറയണമെന്നുള്ള ഒരു ആശ നമ്മളെ പറ്റി ദൈവത്തിനുണ്ട്. And even God has some hopes in our lives, through our lives. Since God has brought us to different places in Exeter, in Devon and Torquay, hallelujah, God has a desire from us that we have to go out and preach about the good news about Jesus to others. പിശാചിന്റെ ആശ നശിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ ആശയുണ്ടല്ലോ, അത് എന്നെ പറ്റി നിങ്ങളെ പറ്റി ഉള്ളത് വാഗ്ദത്തങ്ങൾ നിറവേറുന്ന വാഗ്ദത്തങ്ങളാണ്. And the promises which God has in our lives, it has to accomplish. Every of the plans of the devil has to destroy, but the plans for you and I should accomplish in these days. ഇന്ന് പൽക്കാലം ദൈവം എന്നെ പറ്റി നിങ്ങളെ പറ്റിയുള്ള ആശയുണ്ടായ മുഖാന്തരമാണ് ഇന്ന് പൽക്കാലം കടന്നു വരുവാനും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇടയായി തീരുന്നത്. Because God has been hopeful in our life, that's the reason you and I have come here today and we are able to worship God together. ഇവിടെ കാണുവാനിടയായി തീർന്നത് അവരെ അടിക്കുവാനും ഉദരിക്കുവാനും ഇടയായി ചന്തസ്ഥലത്തിലൊക്കെ വലിച്ചുകൊണ്ട് ഹല്ലേലൂയ അധികാരിയുടെ മുൻപിൽ കൊണ്ട് നിർത്തുവാനിടയായി തീർന്നു. And now you can see that Paul and Silas for this reason were beaten and they were pulled and brought to the authority to be questioned. For this reason they are here. അന്നത്തെ കാലത്തുമുണ്ട് ഇന്നത്തെ കാലത്തുമുണ്ട്. നമുക്ക് കാണുവാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മണിപ്പൂരിൽ 3 ദൈവദാസന്മാർ ഒരു കോൺഫറൻസ് കഴിഞ്ഞിട്ട് അവർ വാഹനത്തിൽ കടന്നു പോകുമ്പോൾ അവരെ പിടിച്ചു നിർത്തി 3 പേരെയും വെടിവെച്ച് കഴിഞ്ഞ ദിവസം കൊല്ലുവാനിടയായി തീർന്നു. And now you can see the same thing is happening it happened in the past and it is happening today. In the last days you can see the news. There were 3 pastors after finishing a conference. When they were coming out of the conference, these 3 pastors were caught and they were shot dead. നമ്മളിവിടെ സന്തോഷം അനുഭവിക്കുമ്പോൾ അനേക കുടുംബങ്ങൾ ദുഃഖത്തിൽ പ്രയാസത്തിലായിരിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വേല വിശാലമായി കിടക്കുമ്പോൾ കർത്താദാസന്മാർ ഓരോ സ്റ്റെപ്പ് മുന്നോട്ടിറങ്ങുമ്പോൾ ഈ ലോകത്തിലെ അധിപതി പലപ്പോഴും തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ഒന്നിനെ തകർത്ത് കഴിഞ്ഞാൽ 10 പേര് ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസന്മാർ എഴുന്നേൽക്കുവാനിടയായി.
ഇടയായി തീരും. Now you can see that when we are in a comfort situation, we are ought to pray for those servants of God who are toiling for the kingdom of heaven. And we know that if one servant of God is killed, God is going to raise 10 servants for his kingdom. ഇവിടെ വായിക്കുവാനിടയായി തീരുന്നത് റോമാക്കാരുടെ ഗവൺമെന്റ് മുൻപായി കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, ഇവർ പട്ടണത്തെ മുത്തം പോലും കലക്കുന്ന ആൾക്കാരാണ്. ഹല്ലേലൂയ, നമ്മുടെ ന്യായപ്രമാണം അവർ ആചരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെന്തറിയാമോ അടിച്ച് ജയിലറിലേക്ക് ഇടുവാനിടയായി തീർന്നു. Now Paul and Silas are thrown in prison. Why? Because they are accused, saying that these are bringing convulsions in the people. They are troubling people with their new doctrines. അവരിട്ട് 24ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ കൽപ്പന ഉണ്ടായിട്ട് അകത്തുള്ള തടവറയിൽ രണ്ട് കാലും ആമത്തിലിട്ട് പൂട്ടുവാനിടയായി തീർന്നു. Now we are able to see that Paul and Silas were thrown inside the inner prison where their hands and legs were bounded together. കഴിഞ്ഞ ചില വർഷങ്ങൾ മുമ്പ് റോമയിലുള്ള കാരാഗൃഹം കാണുവാൻ വിസിറ്റ് ചെയ്യുവാൻ ഞങ്ങൾ ഫാമിലിയായിട്ട് കടന്നുപോയി. അപ്പോൾ പോളിനെ പീറ്റനെ ഇട്ടിരുന്ന ജയിലറിലേക്ക് കടന്നു പോകുവാനിടയായി. ഭൂമിയുടെ അടിയിൽ വലിയൊരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് അവരെ കെട്ടിയാണ് ഇറക്കിവിടുന്നത്. അകത്ത് കൈയും കാലും പൂട്ടിയിടും. ഒരിക്കലും അവർക്ക് വെളിയിലേക്ക് കടന്നു വരുവാനോ വെളിയിലെ വെളിച്ചം കാണുവാനോ പറ്റത്തില്ല. Now pastor was able to go to those places and visit those places where Paul and Silas were kept in jail. It is an underground area where Paul and Silas were tied together. They were bounded. It is a situation where nobody can escape. Praise the Lord. ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ ഇതുപോലെ അടിച്ച് അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിടുമ്പോൾ എന്നെ പാസ്റ്ററെ കൊണ്ടിടുവാണെങ്കിൽ നമ്മൾ പറയും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നാമം പ്രതി ഇതൊക്കെ ഏറ്റല്ലോ, വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. എന്നാൽ പൗലോസ് ശീലാസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അർദ്ധരാത്രി ആയപ്പോൾ അവർ മൗനമായിരുന്നില്ല. അവർ ഹല്ലേലൂയ കാല് മാത്രമേ ആമത്തിലിട്ടുള്ളൂ, ആമത്തിലിടുവാൻ പറ്റിയില്ല. അവർ ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. Now you can see that if pastor, if we are bound and put in prison, we will just say that we are in this situation. At least we were able to do something and we would have talked about our sorrows. But it is not in the case of Paul and Silas. In the midnight they were able to praise God together. You see that their hands and legs were only bounded, but their mouth was not bounded. But through their mouth they were able to praise God. ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് ആരാധനയിൽ വിടുതലുണ്ട്. And first thing that we are focusing here is that there is deliverance in worship. കുറ്റവും പ്രയാസവും പ്രതികൂലവും പിറുപിറുപ്പും ഉണ്ടെങ്കിൽ അവിടെ വിടുതലില്ല. പിശാച് വ്യാപരിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, മുഴങ്കാലും അടക്കി പ്രശ്നത്തിന് മുൻപാകെ പ്രതികൂലത്തിന് മുൻപാകെ ഹല്ലേലൂയ അച്ചങ്ങരലൊന്ന് കൂട്ടി ഒരസിക്കൊണ്ട് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമെന്നറിയാമോ, അത്യുന്നതന്റെ ശക്തി വ്യാപരിക്കുവാൻ ഇടയായി തീരും. But if there are dissensions, if there is jealousy, if there are backbitings, if there are such evil things among us, then the devil will overpower us. But when there is worship to God, there's going to be a deliverance in our lives. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, നമ്മുടെ ജീവിതത്തിലും അർദ്ധരാത്രി കടന്നു വരും. ആരെ സഹായിക്കുവാനോ ആരെ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വിളിച്ച് പാസ്റ്റർ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനോ ആരും കാണത്തില്ല. നമ്മൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? Now in our lives also we can expect these midnights to come in our lives, and in that situation there won't be anybody along with us. What are we going to do in that situation? ഇവിടെ കാണുവാനിടയായി തീർന്നത് പൗലോസും ശീലാസും ഒന്നാമത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Now രണ്ടാമത് കാണുന്നത് അവർ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. Firstly we can see Paul and Silas, they started praying. Secondly we can see that they sang and praised God. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ കുറ്റങ്ങളും പഴികളും ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിൽ മുഴങ്കാലും മടക്കി ദൈവത്തിൽ പ്രാർത്ഥിക്കുവാനും പാടുവാനും തുടങ്ങുമ്പോൾ കാരാഗൃഹം ഒരു ആരാധന സ്ഥലമായി മാറുവാനിടയായി തീരും. And when the trials and temptation comes in our life, instead of complaining and groaning, if you are sitting in the presence of the Lord with prayer and singing, you are able to see a great deliverance in your life. പിശാച് പല വ്യക്തി ജീവിതങ്ങളെയും കാരാഗൃഹത്തിന് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ വിടുതൽ പ്രാപിച്ച ദൈവത്തിന്റെ ജനം അടങ്ങിയിരിക്കരുത്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആരാധനയിലും ദൈവകൃപയിലും മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ശക്തി ചലിക്കുവാനിടയായി തീരും. When the devil tries to put us in many different kinds of prison, as children of God we should never keep quiet. As children of God, let us praise, worship and
declare the glory of God and see the deliverance of God. അത് വായിക്കുന്നത് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലെ അനേകം പേര് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇന്ന് പൽക്കാലം സ്നാനപ്പെട്ട ജോലിനോട് ഓർപ്പിക്കാനുള്ളത് നമ്മളെ നോക്കുന്ന ഫ്രണ്ട്സും മറ്റ് ആൾക്കാരുമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളാണ്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ദൈവമക്കളുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കടന്നിട്ട് വന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമല്ല, ശാപത്തിന് കാരണമായി തീരും. Now, as many prisoners were listening to them, I want to remind you that as Joel, there are many people who are looking at you, who are seeing what you are doing, and similarly, we have to set an example for them. അനേക തടവുകാരെ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്, അടിച്ച് മുറിവേൽപ്പിച്ചിട്ട്. അവരാരും ഇതുപോലെ പാടി സ്തുതിക്കുന്നത് കണ്ടിട്ടില്ല. ഇവരിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്നിലും നിങ്ങളിലും ഒരു പ്രത്യേകത മറ്റുള്ള ആൾക്കാർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവർ മൗനമായിരിക്കത്തില്ല. വേദനകളെ മറന്ന്, പ്രയാസങ്ങളെ മറന്ന് ദൈവത്തിന്റെ സമയമാകുമ്പോൾ പാടുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുവാനിടയായി തീരും. Now we can see that many prisoners are bored, they are beaten, they are tortured, and in that situation nobody sings. But as children of God, when we are going through difficult situations and torments and this kind of persecution, we should be able to sing, praise God, and see the deliverance of God. ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ഇതിലും വലിയ ആരാധന നടക്കുകയാണ്. സ്വർഗീയ ദൂതന്മാര് രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മറന്ന് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഉമ്മരപ്പടി കുലുങ്ങുവാനിടയായി തീരും. And now we can see that as we sing and praise God, there is a great worship which is happening in heaven, where angels with their wings, with 2 wings they are closing their face, with 2 wings they are closing their feet, with 2 wings they are, hallelujah, flying and flapping, and they are calling unto the name of the Lord. Holy, holy, holy is the Lord God Almighty. And that is where we can see that the foundations of the hell will be broken. നമ്മൾ മൗനമായിരിക്കുന്ന പോലെ മൗനമായിരിക്കുമല്ല സ്വർഗത്തിൽ. അവിടെ ആരാധനയാണ്, അവിടെ പ്രസംഗമില്ല, പാട്ടില്ല, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വായുകളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ആ സ്വർഗീയ ആരാധനയിൽ കൃമികളും പൊടികളുമായിരുന്ന എന്നെ കൃപയാൽ, ഹല്ലേലൂയ, കേരളത്തിന്റെ പല ഭാഗത്ത് ജനിച്ചു വളർന്ന നമ്മളെ ഈ ടോർക്കെ പട്ടണത്തിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് ഒരു ആരാധനയിൽ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപകളെ ഓർക്കുമ്പോൾ ഹൃദയം നന്ദിയാൽ സ്തുതിക്കുവാനിടയായി തീരണം. And now we can see that in heaven there is no prayer, no kind of preaching, but there is always worship. Day and night there is worship. Similarly, God chose us, you and I, from different parts of the country, different parts of the world, and He has brought us here so that we can come together in the presence of the Lord and give Him praise and glory. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. ഹല്ലേലൂയ. അടുത്ത വായിക്കുന്നത് അടിസ്ഥാനം കുലുങ്ങുവാനിടയായി തീർന്നു. And now we can see as they were praying and worshiping God, an earthquake came, and immediately the foundations of the jail was shaken. സ്വർഗത്തിലെ ശക്തി ഇറങ്ങി വരുമ്പോൾ കുലുങ്ങാതിരിക്കുന്ന ചിലതിനെ ദൈവം കുലുക്കുവാനിടയായി. And when the power from heaven comes down, there are certain things which don't shake. But when the power from heaven comes down, these things which are unshakable are being shaken. കാരാഗര പ്രമാണി ഒരിക്കലും കുലുങ്ങത്തില്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു ഇവനെ ഒന്ന് കുലുക്കണമെന്ന്. ഹല്ലേലൂയ. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ കുലുക്കാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല. And we can see the prisoner who was there. He might have thought that I cannot be shaken. But when the people of God started praising and worshiping God, he was shaken. Similarly, no matter who is he that is unshakable, God is able to shake him up for us. ദൈവപ്രവൃത്തി കടന്നു വന്നപ്പോൾ അടിസ്ഥാനം കുലുങ്ങി. രണ്ടാമത് കാണുന്നത് വാതിലൊക്കെ തുറന്നുപോയി. അടുത്ത കാണുന്നത് ചങ്ങലകൾ അവരുടെ കയ്യിൽ നിന്ന് വീഴുവാനിടയായി. Now we can see when the presence of the Lord came down, the prison were shaken immediately. All the doors were opened up and every chain were opened. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ഇറങ്ങി വന്നപ്പോൾ പൗലോസ് ശീലാസിന്റെ മാത്രമല്ല ചങ്ങല പൊട്ടി വീണത്, അവിടെ ഇരുന്ന എല്ലാ തടവുകാരുടെയും ചങ്ങലകൾ പൊട്ടി വീഴുവാനിടയായി. നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ മാത്രമല്ല ചങ്ങലകൾ പൊട്ടി വീഴുന്നത്. ഈ ടോർക്കെ പട്ടണത്തിൽ ആരാധന വെളിപ്പെടുമ്പോൾ, അല്ല ദൈവശക്തി വെളിപ്പെടുമ്പോൾ പിശാച് ബാധിച്ചിരിക്കുന്ന അനേകം പേരുടെ ചങ്ങലകളെ, ബന്ധനങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു എന്ന് അതിനെ പൊട്ടിച്ച് തകർക്കുവാനിടയായി
ഇടയായി തീരും. അല്പമിനിട്ട് ദൈവത്തെ ആരാധിച്ചാട്ട് And when we praise God and worship God, we can see that the chains are loosened. Not just our chains, but the chains of people who are around us, who are in Tokyo town. As we praise and worship God, let us together praise and worship God, so that all the chains and the bondages are broken in the name of Jesus. Let us worship Him. Hallelujah. ഈ പട്ടണത്തിൽ അനേകം പേരുടെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. വലിയൊരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ നമുക്ക് വേണ്ടി കൃപയാൽ തുറക്കപ്പെടുവാനിടയായി തീരും. എത്ര പേര് വിശ്വസിക്കുന്നു? ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ആരാധനയിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് അതിനെ തുറന്ന് അല്ല ചില വ്യക്തി ജീവിതങ്ങളെ ബന്ധനത്തിൽ കിടക്കുന്ന ചിലതിനെ ആരാധനയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളായി തീരുവാനിടയായി തീരും. And these are the days where we can see that many of the doors are open or closed for many people, but as worship appears, as we are able to worship God, all the closed doors will be opened. പിശാചിനെ ബന്ധിക്കുവാൻ കഴിയും. യേശുവിന് ചിലതിനെ സ്വതന്ത്രമായി അഴിച്ചുവിടുവാൻ കഴിയും. കാലങ്ങളായി വർഷങ്ങളായി പട്ടണത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ ഇറങ്ങി വരുമ്പോൾ ബന്ധനങ്ങളെ അറുത്തുമാറ്റി അന്ധകാര ശക്തികളെ അറുത്തുമാറ്റി അത്യന്ത ശക്തി ഇന്ന് വൽക്കാലം ഈ ഹോളിന്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ വ്യാപരിക്കുവാന്. And you know the Satan can bind us, but Jesus can release us. As we praise and worship Him, the Holy Spirit will help us to be released from all kind of bondages. ഉറങ്ങിക്കിടക്കുന്ന കാരാഗര പ്രമാണി ഉണരുവാനിടയായി തീർന്നു. ഉറങ്ങിക്കിടക്കുന്ന അനേക പ്രമാണിമാർ ഈ ദേശത്തുണ്ട്. ഹല്ലേലൂയ. കേരളക്കരയിൽ നിന്ന് എന്നെ നിങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഈ പട്ടണം ഉണർന്നു കിടക്കുകയായിരുന്നു. വെയിൽസിൽ ഉണർവച്ചതാണ്. എന്നാൽ ഇവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരെ ഉണർത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിന്നെ തെരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് വെറുതെയല്ല, വളരെ ഉദ്ദേശമുണ്ട്. And there are so many people, even the prison guards are sleeping. There's so many rulers who are sleeping, but you and I are brought to this town so that we can wake them up by our prayers. ഇവിടെ കാണുന്ന കാരാഗ പ്രമാണി ഉറക്കമണർത്ത രാത്രി നോക്കിയപ്പോൾ എല്ലാവരുടെയും ചങ്ങലകള് ഹല്ലേലൂയ പൊട്ടി താഴെ കിടക്കുന്നു. Now the prison guard, when he found that after the earthquake, he found that everybody's chains were loosened. ഇന്ന് പലകാലം അവർ ചിലത് കാണുവാനിടയായി തീരണം. കണ്ട് വിശ്വസിക്കത്തക്കവണ്ണം ചില അത്ഭുത പ്രവർത്തികള് ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീരും. And we should be able to see. There should be some miracles which should be happening, and they should be able to see and witness through their eyes. And in these days, it should really happen. ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ജനങ്ങൾ കൂട്ടമായി അടുത്തു വരുവാനിടയായി തീരും. And when the work of God, of signs, wonders, and miracles happen, people will gather together, and they will come to worship. വെയിൽസിൽ ഉണർവ് നടന്ന ഇവാൻ റോബർട്ട്സിന്റെ ചർച്ചിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി വിസിറ്റ് ചെയ്തു. അവിടെ ഉണർവ് വരുവാൻ കാര്യം എന്നറിയാമോ? ഇവാൻ റോബർട്ട്സും ചെറുപ്പക്കാരും ആലയത്തിൽ കടന്നു വന്ന് വെളുപ്പാൻ കാലം മുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന എത്ര വ്യക്തി ജീവിതങ്ങളുണ്ട് അവിടെ ഉണർവ് വ്യാപരിക്കുവാൻ ഇടയായി തീരും. അനേകം പേര് ചർച്ചിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരും. And pastor was able to visit a church of Ivan Roberts where the revival happened, and we came to know that person used to pray, and where there is prayer, there is deliverance, and where there is deliverance, there is a revival. പ്രാർത്ഥിക്കുന്നവന് തടവറയാണെന്ന് വിഷയമില്ല, അന്ധകാര ശക്തി എവിടെയാണെന്ന് വിഷയമില്ല. മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുമ്പോഴെന്നറിയാമോ അവിടെ ആരാധന വെളിപ്പെടുവാനിടയായി തീരും. And the person who is praying, a prayerful person, for him all these prisons and all this darkness doesn't matter, because he knows that where there is prayer, where there is worship, that the presence of the Lord will deliver. വെയിൽസിൽ ഉണർന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചർച്ചിൽ കടന്നുപോയ സമയത്ത് അവിടുത്തെ ആൾക്കാർ ഇപ്രകാരം പറഞ്ഞു, ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മേഘം ഇറങ്ങി വരുന്നത് പോലെ അതിന്റെ ചുറ്റുപാടും 50 മൈലിന് ചുറ്റുപാടും ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. And as we went to Wales to see this particular place where this revival happened, people were able to tell us that our presence of the Lord, it came down and it was staying there for around 50 miles. ആ സാന്നിധ്യത്തിലേക്ക് ആരെങ്കിലും രോഗികൾ
കടന്നു വന്നാൽ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകുവാനിടയായി തീരും. അത് പാസ്റ്റർ കൈവെക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഇന്ന് പലകാലം ഒരു വ്യക്തി ജീവിതം പുതുതായിട്ട് ഈ ഹോളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു പാപം മനസ്സിലാക്കിയിട്ട് അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ഞാനൊരു പാപിയാണ് എന്ന് വിളിച്ചു പറയുവാനും ഇടയായി തീരും. And where there is the presence of the Lord, that there is healing, and people come and they heal automatically. Nobody has to lay hands on them. And if a person is coming who is a sinner, if he is able to come to the church, and if he is experiencing the presence of the Lord, he will be able to repent and is able to confess about his sins. അതിന് ചുറ്റുപാടുമുണ്ടായിരുന്ന വെയിൽസിലുണ്ടായിരുന്ന ചുറ്റുപാടുന്ന മദ്യശാലകളും പബ്ബുകളും മുഴുവനും പൂട്ടുവാൻ തുടങ്ങി. അല്ല, സിനിമാ തിയേറ്റർ മുഴുവനും പൂട്ടുവാൻ തുടങ്ങി. BBC ന്യൂസുകാർ വന്ന് ലേഖനം എഴുതിയപ്പോൾ അവർക്ക് പോലും നിൽക്കാൻ കഴിയാത്ത വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന രാജ്യത്താണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. മൗനമായിരിക്കാതെ ദൈവത്തെ സ്തുതിച്ച് കഴിയുമ്പോൾ നമ്മുടെ തമിഴിൽ കൂടെ, നമ്മുടെ തലമുറയിൽ കൂടെ ദൈവം ചില വിടുതലും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? മൗനമായിരിക്കാതെ ചില മിനിറ്റുകൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുവെങ്കിൽ അന്ന് വെളിപ്പെട്ട അതേ ദൈവ സാന്നിധ്യം, ദൈവശക്തി, ഹല്ലേലൂയ, 100 വർഷം പുറകോട്ട് ഇറങ്ങിപ്പോയാലും ദൈവത്തിന് അത് വിഷയമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ, ചില പ്രമാണിമാർ വിടുതൽ പ്രാപിച്ചതുപോലെ ഹല്ലേലൂയ, ഈ ദേശത്ത് ചില പ്രമാണിമാരെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുവാനിടയായി. And you and I are in the same country where this revival happened, where the presence of the Lord was experienced. Many pubs and bars were closed around, and we are in the same country. God has brought us to the same country where this revival happened. And if we are able to worship God, where there are many rulers, where there are many rulers and there are many gods who are there in this country, God is able to shake them up through our prayer and worship. ഇവിടെ കാരാഗ്രഹ പ്രമാണി നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ചങ്ങലിൽ പോയിരിക്കുന്നു, വാതിലൊക്കെ തുറന്നിരിക്കുന്നു. ഏത് കള്ളന്മാരുടെ മുമ്പിൽ വാതിൽ തുറന്നാൽ അവർ ഓടി രക്ഷപ്പെടും. എന്നാൽ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കുറ്റബോധമുണ്ടാകും, ദൈവിക ഭയമുണ്ടാകും. ദൈവത്തിൻ്റെ തേജസ് എവിടെ വെളിപ്പെടുന്നുണ്ടോ, അല്ലെ ദൈവസഭയിൽ ഭയമില്ലാത്തത് കൊണ്ടാണ് ആർക്കും എന്തും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വിളിച്ചു പറയുവാനും കഴിയുന്നത്. ദൈവത്തിൻ്റെ ഭയം സഭയിൽ ഇറങ്ങി വന്നാലുണ്ടല്ലോ, ഈയൽ വിറയ്ക്കുന്നത് പോലെ നമ്മൾ വിറയ്ക്കുവാൻ തുടങ്ങും, നെടുമ്പാട് വീണ് കരയുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അവിടെ പ്രസംഗിക്കേണ്ട കാര്യമില്ല. എവിടൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ടോ അവർ മുഴങ്കാലും അടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ അളിവട്ട സാന്നിധ്യം ഹല്ലേലൂയ വ്യാപരിക്കുവാനിടയായി തീരും. Whether it's the presence of the Lord, we can see that hallelujah, there is deliverance. Where there is presence of the Lord, we can see that people come automatically, they will find the deliverance of the Lord. എല്ലാവരും ഓടിപ്പോയെന്ന് വിചാരിച്ചിട്ട് കാരാഗ്രഹ പ്രമാണി തന്നെ താനെ കൊല്ലുവാൻ നോക്കിയപ്പോൾ വിളിച്ചു പറയാണ്, നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുതെന്ന്. When the prison guard saw that everybody's chains were loose, and he thought that everybody has run, everybody escaped. But Paul and Silas said that don't, and the prison guard started to kill himself. But Paul and Silas said that don't harm yourself, we are all here. സാധാരണ ഒരു വ്യക്തിക്ക് അത് വിളിച്ചു പറയുവാൻ പറ്റത്തില്ല, ദൈവകൃപയുള്ള വ്യക്തിക്ക് മാത്രമേ വിളിച്ചു പറയാൻ പറ്റത്തുള്ളൂ. ഇവരെ അടിച്ചതാണ്, കാരാഗ്രഹത്തിട്ടതാണ്, ചങ്ങലക്കിട്ടതാണ്. ഹല്ലേലൂയ. അവൻ തന്നെ മരിക്കട്ടെന്ന് ബാക്കിയുള്ളവർ പറയും. എന്നാൽ യേശുവിനെ യഥാർത്ഥമായി അറിഞ്ഞ വ്യക്തി പറയാണ്, നിനക്ക് തന്നെ നീ ഒരു ദോഷവും ചെയ്യരുതെന്ന്. And this particular statement of Paul and Silas that and they told the prison guard not to harm himself can be said only by a person who is from God, who is anointed by God. Others cannot say, and it is only spoken by the person who is anointed by God. പൗലോസ് ശീലാസും വിളിച്ചു പറയുകയാണ്, ഞാൻ മാത്രമല്ല എല്ലാ തടവുകാരും ഇവിടെ ഉണ്ട്, ആരും ഓടിപ്പോയിട്ടില്ല. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന സാധാരണ ഒരു വ്യക്തിയല്ല, ജീവനും ചൈതന്യവും കൊടുക്കുവാൻ കഴിവുള്ള സർവശക്തനായ സർവവ്യാപിയായ സകലത്തിന്റെ ഉടവനായ യേശുവിനെയാണ് ആരാധിക്കുന്നത്. മനസ്സിലാക്കിയപ്പോൾ ആർക്കും ഓടി ഒളിക്കുവാൻ പറ്റത്തില്ല. അവന്റെ സന്നിധിയിൽ അവന്റെ കണ്ണുണ്ടല്ലോ. അവൻ നോക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ നോക്കുമ്പോൾ 1-2 പേരെ കാണത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവൻ നിർമ്മിച്ച സകലത്തെയും ഭൂമിയിലുള്ള സകലത്തെയും കാണുവാൻ കഴിയുന്ന അത്യുന്നതന്റെ കണ്ണിന്റെ മുൻപാകെയാണ് ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും ഇരിക്കുന്ന ഓർക്കുവാനിടയായി തീരണം. And now we should realize that the prison guard thought that everybody escaped, but that there is the presence of the Lord, nobody can escape. Our God is so much powerful that he can see everything and nobody can escape from his presence. പ്രമാണിയാകത്ത് വന്നിട്ട് വെളിച്ചം ചോദിച്ച് ഇരുട്ട് സ്ഥലമാണ്,
വെളിച്ചം ചോദിച്ചിട്ട് അകത്ത് കടന്നു വരുവാനിടയായി തീർന്നു. And the prison guard, since it was dark, he was not able to see anybody. He called for a lamp, and with that lamp, he was able to see and come inside. ജയിൽ പുള്ളികളായിരുന്ന പൗലോസിനെ ശീലാസിനെ മുൻപാകെ ഹല്ലേലൂയ കാരാഗൃഹമാണ് കമന്നു വീഴുവാൻ തുടങ്ങി. എവിടെ നടന്ന് ഈ അത്ഭുതം ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, അത്യുന്നതനായ ദൈവത്തിന് മുൻപാകെ എത്ര വലിയ പ്രമാണിയായിരുന്നാലും, MLA ആയിരുന്നാലും, MP ആയിരുന്നാലും, എത്ര വലിയ വ്യക്തിയായിരുന്നാലും അവന് മുൻപാകെ ഏപ്പ് ആടുവാനിടയായി തീരും. ബെൽസസർ ഇതുപോലെ ഹല്ലേലൂയ അവന്റെ ഏപ്പ് ആടുവാനിടയായി തീർന്നു. Now we can see that the prison guard came and he fell face down, hallelujah, and he laid down in front of Paul and Silas. We know, I want to tell you that no matter what the person is, no matter he might be a big ruler, he might be an MP, but in the presence of the Lord, he will start shivering. ഹല്ലേലൂയ. അവരെ അകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ആരാ യജമാനെന്നറിയാമോ? ഹല്ലേലൂയ. തടവുപുള്ളിയിലായിരിക്കുന്ന ഹല്ലേലൂയ വ്യക്തി ചെയ്ത് പറയാണ്, യജമാന്മാരെ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന്. Now look who is the master. The prison guard is calling Paul and Silas as masters, and he's asking Paul and Silas, what should I do to be saved? പൗലോസ് ശീലാസ് ഇപ്പോൾ ആരെന്നറിയാമോ? യജമാനന്മാരായി ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുവെങ്കിൽ, ഈ വചനപ്രകാരം ഞാനും നീ നിൽക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ യജമാന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അധികാരത്തിന്റെ വാക്കുകൾ എൻ്റെ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ അന്ധകാര ശക്തികൾ വഴിമാറുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ നാവിന്റെ ശക്തി കൊണ്ടല്ല, ഹല്ലേലൂയ, ശബ്ദത്തിന്റെ ഗാംഭീര്യം കൊണ്ടല്ല, ഹല്ലേലൂയ, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതത്തിന്റെ മുൻപാകെ ഉണ്ടല്ലോ ഒരു അന്ധകാര ശക്തിക്ക് നിൽക്കുവാൻ പറ്റത്തില്ല. ഒരു ദൈവം ഇതിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അന്ധകാര ശക്തികൾ വഴിമാറുവാനിടയായി. Now you can see the presence of the Lord when it comes down, and you see that people who are serving God becomes the master. The prison guard is calling Paul and Silas as the master. Similarly, in our situation, if you are a child of God who worships God, who is with God, situations will change, and the rulers will come, and some authorities will be given to you. പലപ്പോഴും യജമാനന്മാരും ഒക്കെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പൊക്കുമ്പോൾ നമ്മൾ പൊങ്ങിപ്പോകാറുണ്ട്. എന്നാൽ പൗലോസ് ശീലാസ് ഇവിടെ അവർ പൊങ്ങിപ്പോയില്ല. അവർ പറയുന്നത്, നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടണം. യഥാർത്ഥമായി സത്യ സുവിശേഷം അവിടെ വിളിച്ചു പറയുവാൻ തുടങ്ങിയാണ്. Now you could see that Paul and Silas, they did not boast about themselves when they were called masters, but what they said to this prison guard was, if you want to be saved, believe in the Lord Jesus Christ, and you and your family will be saved. എന്നെ നിങ്ങളെ ഇവിടെ UK കൊണ്ടുവന്ന് ജോലി ചെയ്യുവാനാണ്. We have been brought to this UK so that we could work. പണം സമ്പാദിക്കുവാനാണ്. അതെല്ലാം ഒരു സൈഡിൽ ഇരിക്കട്ടെ. We are earning money, and let us keep all those things aside. പൗലോസ് ശീലാസ് ചെയ്തതുപോലെ സത്യ സുവിശേഷം വിളിച്ചു പറയുവാൻ, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണമെന്ന് വിളിച്ചു പറയുവാൻ ഈ ദിവസങ്ങളിൽ ഹൃദയത്തിന്റെ ആഴങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. And let the Holy Spirit keep working in us so that we understand the purpose why we have been called to this town, so that we can tell others, if you want to be saved, not just you, but you and your family, if you want to be saved, believe in the Lord Jesus Christ. 12ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, പിന്നെ അവർ കർത്താവിന്റെ വചനം കേട്ടു. ഇത് നമ്മുടെ വചനമല്ല, യേശുവിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിൽ അറിയാമോ, ഇരുവായത്തിലുള്ള വാളാണ്. ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധി മഞ്ഞകളെ വരെ തുളച്ചു ചെല്ലുന്നതും ചിന്തകളെയും വിചാരങ്ങളെയും നിരൂപണങ്ങളെയും വിവേചിക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. And what happened next in verse 32, we can see that they spoke the word of God, and they heard the word of God. And what is the word of God? This is the word of God which pierces through the muscles and the bones, and it can go through our thoughts and our desires, and the word of God can do great work. ഈ വചനത്തിന് മുൻപാകെ നിൽക്കുവാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും പറ്റത്തില്ല. അത്രത്തോളം ഗാംഭീര്യമുള്ളതാണ്, ദൈവത്തോളം പ്രാധാന്യമുള്ളതാണ് ദൈവത്തിന്റെ വചനം. വചനം ജഡമായി നമ്മുടെ ഇടയിൽ വന്ന് പാർക്കുവാൻ ഇടയായി തീർന്നു. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം നമ്മുടെ നാവിലൂടെ എടുത്ത് ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ പാപിയായ ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നുപോയി അവന്റെ ചിന്തകൾ, വിചാരങ്ങൾ, നിരൂപണങ്ങളെ മനസ്സിലാക്കിയിട്ട്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളിലേക്ക് കടന്നു എന്ന് അവനെ രൂപാന്തരപ്പെടുത്തി ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാന് ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. And the word of God is not just simple. It can go pierce through the muscles and the bones, and it can do great work. And the same word of God, he came down and became a flesh and dwelt among us. This word of God has powerful. It can shake great situation. It can do great things in our lives. ഞാൻ നിങ്ങളും പറയുന്ന ദൈവത്തിന്റെ വചനം സാധാരണ ഒരു വാക്കല്ല, അത് ചൈതന്യവും ബലവും ഉള്ളതാണ്. വാക്ക് എന്റെ നിങ്ങളുടെ വായിൽ നിന്ന് അധികാരത്തോടെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് വെറുതെ ഇരിക്കത്തില്ല. അയച്ചവന്റെ പ്രവൃത്തി ചെയ്തിട്ട് മാത്രമേ അത് മടങ്ങി വരത്തുള്ളൂ. And the word of God, which is been spoken out of our mouth, it's not a simple thing. The word which has been spoken by authority, it goes out and it does its work and comes back. The word of God says that it does the work of him who has sent it. അയച്ച ഒരു ഉദ്ദേശമുണ്ട്. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഒരു പ്രാവിനെ ഇറക്കി വിട്ടു. നോഹയ്ക്ക് ഉദ്ദേശമുണ്ട് ആ പ്രാവ് പോയിട്ട് അല്ലെങ്കിൽ ഒലിവിൻ്റെ ഇലയും കൊണ്ട് മടങ്ങി വരും. അപ്പോൾ തനിക്ക് മനസ്സിലാകും വെള്ളം താന്നുവെന്ന്. അയച്ചവന് ഉദ്ദേശമുണ്ട്. എന്നെ നിങ്ങളെ ഈ യുകെയിലേക്ക് അയച്ചവന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഈ ദിവസങ്ങൾ തികച്ചെടുക്കുവാൻ എത്ര പേര് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മുന്നേറുവാനിടയായി തീരും. രാഷ്ട്രീയം കളിക്കുന്നത് പോലെ സഭയിൽ രാഷ്ട്രീയം കളിക്കുവാനല്ല, ആരെന്ന് മുന്നെന്ന് പറയുവാനല്ല, ഐക്യതയോടെ സ്നേഹത്തോടെ നിന്നുകൊണ്ട് ഒരു മനസ്സോടെ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ചിലരെ ദൈവത്തിലേക്ക് നേടുവാൻ, അയച്ചവന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ എത്ര പേര് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരും. And similarly, God has sent us so that we can accomplish the purpose for what he has sent us to this country, as Noah, as he sent a dove so that it can bring back an olive leaf which could be acting as a proof so that it can know that the waters have gone down. Similarly, God has sent us to this country so that he can accomplish certain things through our lives, so that we can speak about his love and win many people for the kingdom of heaven. So similarly, God is desiring that from our life. ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ വായിക്കുന്നത് അന്ന് രാത്രിയിൽ തന്നെ താമസിച്ചില്ല. ദൈവത്തിൻ്റെ വചനം കേട്ട് ഹൃദയത്തിൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒട്ടും താമസിക്കേണ്ട ആവശ്യമില്ല. അന്ന് രാത്രി തന്നെ കാരാഗൃഹ പ്രമാണി കുടുംബവും യേശുവിൻ്റെ സ്നാനം സ്വീകരിക്കുവാനിടയായി, യേശുവിനോട് ചേരുവാനിടയായി തീർന്നു. And when you hear the word of God, there is no delay. You can see how the prison guard, the same night, on the same night when he heard the word of God, he was baptized. He and his family immediately received the word of God and they were baptized. So there shouldn't be any delay when you accept the word of God. പൗലോസ് ശീലാസിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയുവാനിടയായി തീരും, ഞാൻ അടി കൊണ്ടത്, ഞാൻ ഉദരവുമേറ്റത്, ചീത്ത വിളിച്ചതെന്ന് കാലം പാസ്റ്റർ പറയുവാനിടയായി തീർന്നു. നിങ്ങൾ ആരെങ്കിലും ഹല്ലേലൂയ നിങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കണം, പ്രതിഫലം വലുതാണ്. ഹല്ലേലൂയ പൗലോസ് ശീലാസ് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എന്നെ അടിച്ചത്, എന്നെ ഉപദ്രവിച്ചത്, കാരാഗൃഹത്തിൻ്റെ ഉള്ളിലിട്ടത് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇതിനകത്ത് കയറിയില്ലായിരുന്നുവെങ്കിൽ എന്നറിയാമോ, കാരാഗൃഹ പ്രമാണി കുടുംബവും ഒരിക്കലും വെളിയിൽ വരത്തില്ലായിരുന്നു. ആ കുടുംബത്തെ ദൈവത്തിന് വിളിച്ച് വേർതിരിക്കുവാൻ പറ്റത്തില്ല. ദൈവത്തെ ചില ഉദ്ദേശത്തോടെ, ചില പർപ്പസോടെ, ചില പ്ലാനോടെ ഹല്ലേലൂയ എന്നെ നിങ്ങളെ ഉള്ളിലാക്കുന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിയുവാനിടയായി തീരും. We should realize that we are put in certain prison situation, and even if we are tormented, even if we are going through persecution, there is a purpose behind it. And if somebody, as today we heard that somebody came and scolded with bad words when we are distributing the tracts, count it a pure joy, because your reward is higher. Because if Paul and Silas were not put in prison, the prison guard and his family wouldn't have been saved. So there is a purpose behind everything, every of the bad situations that happens. അന്ന് രാത്രിയിൽ വചനം കേട്ട് ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കാരാഗൃഹ പ്രമാണിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അവർ തന്നെ അടിച്ച മുറിവുണ്ടല്ലോ, അവരെ കൊണ്ടുപോയിട്ട് കഴുകുവാൻ തുടങ്ങി, അതിനെ കെട്ടുവാൻ തുടങ്ങി. ഇന്ന് പലകാലം ആര് നിന്നെ മുറിച്ചു അവർ തന്നെ കെട്ടത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരുമെന്ന ദൈവത്തിന്റെ ആലോചന ഇന്ന് പലകാലം ഹോളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. എത്രത്തോളം ആഴമുള്ള മുറിവാണ്, എത്രത്തോളം വേദനയുള്ള മുറിവാണ്. ആ മുറിവിനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ചലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആര് മുറിവേൽപ്പിച്ചിട്ടുണ്ട്, ആര് അടിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ, അവര് തന്നെ മുറിവ് കെട്ടുവാനിടയായി തീരും. And you can see that's the same person who was beating Paul and Silas, the same prison guard who beat Paul and Silas, the same prison guard. He came and he's wiping their wounds and he is actually binding their wounds. Similarly in your life, the same people who persecute you, they themselves will come and they themselves will bind and wash you and bind your wounds. ഇവിടെ വായിക്കുന്ന 34ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, പകൽ മുഴുവനും സുശേഷം പറഞ്ഞു, അടികൊണ്ടു അർദ്ധരാത്രി ഭക്ഷണം പോലും കിട്ടാതെ അകത്ത് കിടക്കുന്ന രണ്ടുപേര് ഈ കാരാഗൃഹ പ്രമാണി വീട്ടിൽ കൊണ്ടുപോയിട്ടെന്നറിയാമോ, വേണ്ടുവോളം ആഹാരം കൊടുത്തു. ദൈവത്തിന്റെ വേല, സുശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, അവനാർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. ഇന്നേക്ക് 56 വർഷം മുമ്പ് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ UK-യിലായിരിക്കും, എൻ്റെ ബ്രദർ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അല്ല, ഒരു നേരത്തെ പാല് വാങ്ങിച്ചു തരുവാൻ പോലും പണമില്ലാതെ എൻ്റെ പിതാവ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഇവിടെ കാണുവാനിടയായി തീർന്നത് കാരാഗൃഹ പ്രമാണി കുടുംബം എന്നറിയാമോ, അവരെ വിളിച്ചുകൊണ്ടുപോയി അവർക്ക് വേണ്ടുവോളം ഭക്ഷണം കൊടുത്തു. ഈ നാമം പ്രതി ആരെങ്കിലും കഷ്ടോ പ്രയാസോ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം സ്വർഗത്തിലെ ഹല്ലേലൂയ ഗവൺമെന്റ് ഏറ്റെടുക്കുവാനിടയായി തീരും. Amen. If we are being persecuted for the sake of God, God is not going to be a debtor to anybody. He will really bless us. As you see that, as Paul and Silas, they were beaten and they were put in prison, but the prison guard took them and gave them enough food to eat. Similarly, pastor's father is a pastor. He set out himself 53 years ago, hallelujah, for the kingdom of heaven. He was not able to provide even milk for his family, but today you see pastor is here in UK and his brother is in Australia, and now he's setting out to a different country. So all I want to say is God is not a debtor. If you have set yourself for God, he is going to surely bless you. 14ാം വാക്യത്തിൽ അവസാനം വായിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വീടടക്കം സന്തോഷിച്ചു. ഇന്ന് പൽക്കാലം വീടടക്കം സന്തോഷിക്കണം. പിശാചിന്റെ ആഗ്രഹം വീട്ടിൽ സന്തോഷം കൊണ്ടുവരല്. ഹല്ലേലൂയ. പാലയ്ക്ക പിരിഞ്ഞിരിക്കുന്നത് പോലെ രണ്ടായിട്ട് പിരിഞ്ഞിരിക്കണം. ഒരു ചൂല് ഹല്ലേലൂയ അമ്മമാര് കെട്ടുമെന്നറിയാമോ, ഈർക്കൽ ഓരോന്ന് എടുത്തിട്ട് അതിന് ഒരുമിച്ച് ഒരു കെട്ടുണ്ട്, അതിനകത്താണ് നിൽക്കുന്നത്. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരുമിച്ചൊരു കെട്ട്, ഒരു ബൈൻഡിങ് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ എത്ര പേര് മൗനമായിരിക്കാതെ വീടടക്കം ഹല്ലേലൂയ ഇവിടെ വായിക്കാൻ മാത്രമല്ല, ഒരു സന്തോഷം വെളിപ്പെടുവാന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പമിനിറ്റുകൾ ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിച്ചാട്ട് ഹല്ലേലൂയ വീടടക്കം സന്തോഷിക്കുന്ന ഒരു ദൈവിക ശക്തി ഇന്ന് വൽക്കാലം വെളിപ്പെടുമാറാകട്ടെ. And now you see what happened really, and he rejoiced by believing in God. He and his household, they believed in God. As you see a broom, it is tied together, so we all have to be tied together by the Holy Spirit, and there will be rejoicing there. പിശാചിന്റെ ആഗ്രഹം ഒരുമിച്ച് ജീവിക്കരുത്, കുടുംബമായി ജീവിക്കരുത്. നിങ്ങൾക്കറിയാമോ, ഇവിടെ എക്സിറ്ററിൽ ഹല്ലേലൂയ ഡവണിൽ അനേകം മലയാളി കുടുംബങ്ങൾ ഡൈവോഴ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിശാചിൻ്റെ ആഗ്രഹം ഒരുമിച്ച് ജീവിക്കരുത്, സന്തോഷിക്കരുത്, കുടുംബം അടക്കം, കുഞ്ഞുങ്ങൾ അടക്കം ഒരുമിച്ച് മേശപ്പുറത്ത് നിന്ന് കഴിക്കരുത്, ചിന്ന ഭിന്നമാക്കി നാല് സ്ഥലത്തേക്ക് വിടണമെന്ന് ആഹ്ലിൽ പിശാച് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീടടക്കം ഒരുമിച്ച് സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെ കോശം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ടെന്ന് വിളിച്ചു പറയുകയാണ്. ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ, ദൈവകൃപ വെളിപ്പെടട്ടെ, ആ സന്തോഷം ഇന്ന് വൽക്കാലം ഈ ഹോളിൽ വെളിപ്പെടട്ടെ, അന്ധകാര ശക്തികൾ വഴിമാറട്ടെ. There are so many families in Devon, so many Malayali families. They are split, they are divorced. The devil doesn't want the families to be together. He wants to send and split each and every family members to different areas. But the Spirit of the Lord wants to bind us. And where is that unity? There is the great rejoicing. ഈ
ദേശത്ത് ഭരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. There is a dark force which is ruling this country. കുടുംബങ്ങളെ ചിന്ന ഭിന്നമാക്കണമെന്നും ഐക്യതയോടെ സ്നേഹത്തോടെ പോകരുതെന്നും പറഞ്ഞ് ഹൃദയത്തിന്റെ ആഴത്തില് ചില നിഗളങ്ങളെ പിശാച് കൊണ്ടിട്ട് ഈസബേലിന്റെ ശക്തി പോലെ വ്യാപരിക്കുന്ന ചില അന്ധകാര ശക്തികൾ ദേശത്ത് ഭരിക്കുമ്പോൾ അതിനെ കീഴടക്കുവാന് ആത്മാവിന്റെ കൊടുമുടിയിൽ ഇരുന്ന് പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ ഏലിയാവ് കൊടുമുടിയിൽ കയറിയിട്ട് അവൻ വെറുതെ ഇരുന്നില്ല. അവന്റെ തല മുട്ടിന്റെ കീഴിലേക്ക് ചാഞ്ഞുകൊണ്ട് പ്രസവ വേദനയോട് അവൻ പ്രാർത്ഥിച്ചു. ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ദൈവജന ഈ ദിവസങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥന വെളിപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തിന് അടങ്ങിയിരിക്കുവാൻ പറ്റത്തില്ല. ചില കുടുംബങ്ങളെ ദൈവം വിടുവിക്കുവാനിടയായി തീരും. And there is a dark force which is working in this town, in this country. As a church, we have to sit together and pray like how Elijah, he prayed. He kept his head in between his knees and he cried and he prayed so that a rain can come down. Similarly, we ought to pray as family for this country so that God can send a rain of revival, so that it can be a reason for the deliverance of many people in this country. ഒന്നാം നമ്മൾ ചിന്തിച്ചത് ആരാധനയിൽ ബന്ധനങ്ങൾ തകർന്നു വീഴുവാനിടയായി തീരും. And first we heard that in worship many bondages are going to be loosened. പിശാച് ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് പൽക്കാലം ആരാധനയിൽ അഴിഞ്ഞു വീഴുവാനിടയായി തീരണം. ആണ്ടുകളോ വർഷങ്ങളോ മാസങ്ങളായി എന്നെ നിങ്ങളെ കുടുംബത്തിൽ ഉള്ളറയിൽ കാരാഗ്രഹത്തിൽ ബന്ധിച്ചിരിക്കുന്ന തലമുറകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില അന്ധകാര ശക്തികളുണ്ട്. ആരാധിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ അത് ഓരോന്നോരോന്നായി ഇന്ന് പൽക്കാലം അതിനെ വിട്ടുമാറി ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം ആരാധിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പൽക്കാലം വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുകയാണ്. And the Spirit of the Lord wants to tell us that there is deliverance in this worship. The evil has bounded so many situations, so many families, but when the worship appears, those bondages and those things which are binding us will be broken. പിശാച് ചിലപ്പോൾ വർഷങ്ങളായിരിക്കാം, ആണ്ടുകളായിരിക്കാം, മാസങ്ങളായിരിക്കാം ബന്ധിച്ചിട്ടത്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കൾ ചിതറിപ്പോകുവാനിടയായി തീരും. And the devil has bounded some people for months and years, but when the power of God comes down, all these bondages are going to break. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന തീയെങ്കിൽ മെഴുകുന്നത് പോലെ അവർ ഉരുകി പോകുവാനിടയായി തീരും. And like we see in the word of God, as the candle, as the wax melts before fire, so he will melt away. എന്ത് ചെയ്യണമെന്നറിയാമോ? കുടുംബത്തിൽ ആരാധന വെളിപ്പെടണം, സഭയിൽ ആരാധന വെളിപ്പെടണം. ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അന്ധകാര ശക്തിക്കോ പോരിനോ ഒളിഞ്ചിരിക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എവിടെ അന്ധകാര ശക്തികളുണ്ടോ അവിടെ ആരാധന വെളിപ്പെടുമ്പോൾ പിശാച് വിളിച്ചു പറയുന്ന സ്ഥലമുണ്ട്, ഇത് തീയാണ്, തീക്കകത്ത് എനിക്ക് ഇരിക്കുവാൻ പറ്റത്തില്ല. ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ അന്ധകാര ശക്തികൾ ഈ ദേശം വിട്ട് ഈ ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തികളെ ഇന്ന് വൽക്കാല ശാസിക്കത്തക്കവണ്ണം ഒരു സ്വർഗീയ ശക്തിയാൽ ബലത്താല് അത്യുന്നതന്റെ ശക്തി നിന്റെ മേല് നിഴലിടും. And then where there is worship, there is healing and deliverance. There are some dark forces which cannot escape when we praise and worship God. And when there is praise and worship, the devil will be able to say that this is fire, I cannot stand this. So there are dark forces which will run away from this place when hallelujah prayer and worship appears among us. ഇത് നമ്മുടെ ശക്തിയല്ല, അത്യുന്നതന്റെ ശക്തിയാണ്. ആ ശക്തി എൻ്റെ മേലും നിന്റെ മേലും ഇറങ്ങി വന്നാലുണ്ടല്ലോ അതിന് പറയുന്ന ഡൈനാമിക് ശക്തിയാണ്. ഏത് അന്ധകാര ശക്തികളെയും പൊട്ടിച്ചെറിയ തക്കവണ്ണം തകർക്കത്തക്കവണ്ണം ആ അത്യുന്നതന്റെ ശക്തി എൻ്റെ മേലും നിന്റെ മേലും നിലനിട്ട് കഴിഞ്ഞാൽ ആ മറിയുടെ മേൽ നിഴലിടുവാനിടയായി തീർന്നു. ഒരു വിശുദ്ധ പ്രജ അതിൽ നിന്ന് ഉത്ഭവിച്ചതുപോലെ ഈ ഹല്ലേലൂയ UK പട്ടണത്തില് ചില വിശുദ്ധ പ്രജ ഹല്ലേലൂയ ആത്മാവിൽ ഉത്ഭവിക്കുന്ന ചില വിശുദ്ധ പ്രജ. God wants us to be a nation, a holy nation, to come out and to be for Him through this prayer and worship. ദൈവം ആഗ്രഹിക്കുന്നതാണ് ആത്മാവിനാല് ഒനേസിഫോസിനെ ഉത്ഭവിക്കുവാനിടയായി തീർന്നു. അപ്പോസ്തലന്മാരെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറയുവാനിടയായി തീരും. ആത്മാവിന്റെ സന്തതികള് അവിടെ ഇടങ്ങളായി ജനിക്കുവാനിടയായി തീരട്ടെ. ഇന്ന് പൽക്കാലം അകത്ത് വലിയൊരു വാഞ്ച ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ കാണുന്നത് ആരാധന ശത്രുക്കൾ പരാജയപ്പെടുവാനിടയായി തീരും. And then secondly we can see that in worship our enemies will be destroyed. ഹല്ലേലൂയ.
ഗേഹസ്യടുത്ത് പറയുകയാണ്, വലിയൊരു കൂട്ടം പ്രവാചകനെ പിടിക്കുവാൻ കടന്നു വരികയാണ്. അവൻ്റെ കണ്ണൊന്ന് തുറന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, മലമേൽ സ്വർഗീയ ദൂതന്മാർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാനിടയായി. എന്നെ നിന്റെ കണ്ണൊന്ന് തുറന്നാലുണ്ടല്ലോ, കാണേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞാൽ, ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആ സ്വർഗീയ വിളി ഒന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കുരുട്ട് കണ്ണുകൾ തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ, യഥാർത്ഥമായ യേശുവിനെ കാണുവാനിടയായി തീരും. And when you see as people, a group of prophets were coming to catch Elisha, and he was able to see a great army of angels battling against him. So similarly, when you praise and worship, your inner eyes will be open so that you can see those angels which are battling for you. എലീശ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. Elisha is a person who is a prayerful man. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അറിയാം, ഈ ലോകത്തിൽ എത്ര വലിയ ശക്തി ഫോഴ്സ് കടന്നു വന്നാലും പ്രാർത്ഥിക്കുന്നതിന് മുൻപാകെ ഒന്നുമില്ല. സ്വർഗത്തിൽ ഒരു ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങിയപ്പോൾ 150,000 അധികം ജനങ്ങളെ ഹല്ലേലൂയ കൊല്ലുവാനിടയായി തീർന്നു. ശിംശോന്റെ കയ്യിൽ ഒരു പച്ച താടിയെല്ലെടുത്തപ്പോൾ കുന്ന് രണ്ടെന്ന് ഹല്ലേലൂയ വെട്ടി വീഴ്ത്തത്തക്കവണ്ണം ഒരു ദൈവശക്തി ഇറങ്ങി വന്നതുപോലെ ഇന്ന് പൽക്കാലം നമ്മുടെ മേലൊരു ദൈവശക്തി ഇറങ്ങി വരുവാനിടയായി തീരട്ടെ. And if you are a child of God, you will have that hallelujah great confidence that no power can overpower you, because in the case of Elisha we could say that one angel came down and he was able to destroy an army of more than 150,000 people. Similarly, when the Spirit of the Lord comes upon you, you will become powerful as the Spirit of the Lord came upon Samson, and with with a bone jaw of a donkey, he was able to kill thousands of people. Similarly, the power of the Lord, when it comes upon you, you will be able to do great things for God. നമ്മൾ കുത്തിയിരുന്ന് ആരാധിച്ചാൽ മതി. നമ്മൾ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വലിയവ ചെയ്യുവാനിടയായി തീരും. നമ്മുടെ നാവ് എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് പിഴച്ചു പോകത്തേ ഉള്ളൂ, അത് നേരായി പറയാൻ പറ്റത്തില്ല. എന്നാൽ മുഴങ്കാലം അടക്കുമ്പോൾ ശത്രുക്കളെ കീഴടക്കുന്ന അത്യുന്നതന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, എത്ര പ്രതികൂലമായി നിന്റെ നേരെ നിൽക്കുന്ന എത്ര വലിയ ശക്തിയാണെങ്കിലും അത്യുന്നതന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ മുൻപാകെ നിൽക്കുവാൻ ഈ ലോകത്തിലെ ഒറ്റ ഫോഴ്സിന് പോലും കഴിയത്തില്ല. And you cannot fight against the devil and his schemes because you have to go. You will not be able to overpower it. But when you sit in the presence of the Lord and worship the Lord Almighty, when you give him all the glory and honor, that is when his presence and his power comes down, which cannot be overpowered by any other forces in this world, because God is powerful and he's able to do things for us. 2 ദിനവൃത്താന്തം 20:20 മുതൽ താഴോട്ട് നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 20 മുതൽ. Let's turn our Bibles to 2 Chronicles chapter 20 verse 20. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് 2 ദിനവൃത്താന്തം 20-20. 2 Chronicles 20 verse 20. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോവ ശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എന്റെ വാക്കു കേൾപ്പിൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ആമേൻ. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് യഹോവ ശാഫാത്ത് എന്തെന്നറിയാമോ? മരുഭൂമിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നത് ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവമായ യഹോവയെ വിശ്വസിപ്പീൻ. ദൈവത്തെ നമ്മൾ വിശ്വസിക്കുവാനിടയായി തീരണം. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായി തീരും. Now we can see that Jehoshaphat, he went out in the wilderness and he's able to encourage his people, and he's able to say that the Lord your God, he is with you, you shall be established. Like similarly, we have to believe in God and he will establish us. അത് മാത്രമല്ല, നമ്മൾ ഉറച്ചു നിൽക്കണം. ആടുന്നത് പോലെ, കാറ്റടിക്കുന്ന ആടിയുന്ന വേലി പോലെ ഹല്ലേലൂയ, അതിന് ഫൗണ്ടേഷൻ ഇല്ല, താഴ്ചയില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ആടിപ്പോകുന്നത്. ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിന്നാലുണ്ടല്ലോ, എത്ര കാറ്റും എത്ര തിരമാലയും കടന്നു വന്നാൽ ഒരിക്കലും അത് ചലിക്കുവാനിടയാകത്തില്ല. And similarly, we have to stand firm on Christ, the rock. If we are wavering, we will not be able to withstand any of these trials, but you should establish yourself and stand firm in this rock, which is our Lord and Savior Jesus Christ. 21-ാമത്തെ വാക്യം വായിക്കാം. Let us read verse 21. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക്
സംഗീതക്കാരെ നിയമിച്ചു. പ്രൈസലൂടെ കാണുന്നത് വിശുദ്ധ അലങ്കാരം. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അഴുക്കോ കറയോ ഉള്ള ഈ പുറമേയുള്ള വസ്ത്രമല്ല, ഹൃദയത്തിൻ്റെ വസ്ത്രം. ദൈവം നോക്കുന്നത് ഇന്നറാണ്, അകത്താണ് നോക്കുന്നത്. ഹൃദയത്തിൻ്റെ വസ്ത്രം ശുദ്ധിയുള്ളതായിരിക്കണം, അത് വെണ്മയുള്ളതായിരിക്കണം. വിശുദ്ധ അലങ്കാരം ധരിച്ചുകൊണ്ട് അവർ വെറുതെ ഇരുന്നില്ല, യഹോവയെ സ്തുതിക്കുവാൻ തുടങ്ങി. And you see people, it is not talking about the external beauty, but it is talking about inner holiness. And they were holy inside, and they were able to come together and praise the Lord, and they were able to sing that His mercy endures forever. അവർ വെറുതെ ഇരുന്നില്ല, അവരെന്നറിയാമോ, യഹോവയെ സ്തുതിച്ച് അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ചൊല്ലുവാനും സംഗീതക്കാരെ നിയമിച്ച് അവർ പാടുവാനും തുടങ്ങി. And you see that they appointed the singers to sing songs. They did not keep quiet, but they appointed singers to sing songs, and they sang and praised the Lord, and they said, for His mercy endures forever. 22ാമത്തെ വാക്യം വായിക്കാം. Verse 22. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പാടുവാനും സ്തുതിക്കുവാനും തുടങ്ങിയതേ ഉള്ളൂ. അവർ യുദ്ധത്തിന് പോയില്ല. ദിവസങ്ങളിൽ നമ്മൾ ദൈവസ്ഥനിൽ പാടുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ശത്രു നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ചില എരിഹോവിന്റെ കോട്ടകളെ ഉണ്ടല്ലോ, ആരാധന മധ്യേ ഇടിഞ്ഞു വീഴുവാനിടയായി തീരും. Now you see that they did not even start, but they just began to sing and praise. As they began to sing and praise, the Lord set ambush against the people of Ammon and Moab and Mount Seir who had come against Judah, and you see all those people were defeated. ഇവിടെ വായിക്കുന്നത് യഹൂദയ്ക്ക് വിരോധമായി ഉണ്ടാക്കിയ, നമുക്കെതിരെ വിരോധമായി ചില കോട്ടകൾ നമ്മളറിയാതെ പിശാച് ഹല്ലേലൂയ മെനഞ്ഞു വലുതാക്കി പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഭവനത്തിന്റെ ആഴങ്ങൾ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും പാടുകയും ചെയ്യുമെന്ന് അറിയാമോ. ഹല്ലേലൂയ ആ കോട്ടകളെ ദൈവം തന്നെ കടന്ന് ഇടിക്കുവാനിടയാക്കി തീർക്കും. And we see that the people of there were so many things which were created, which were developed against the children of Judah, and similarly the evil is making great walls against the children of God. But as we praise God and worship Him, all these walls are going to be destroyed. അങ്ങനെ അവർ തോറ്റുപോകുവാനിടയായി തീർന്നു. And likewise they were all defeated. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. അടുത്ത മൂന്നാമത് ചിന്തിക്കുന്നത് ആരാധനയിൽ ദുരാത്മാക്കൾ വിട്ടുപോകുവാനിടയായി തീരും. Now thirdly we can see that when we worship God, evil spirits leave the body. 1 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. 1 Samuel chapter 16 verse 30. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവൻ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിൽ പോയി. ഇവിടെ കാണുവാനിടയായി തീർന്ന ദാവീദ് എന്നൊരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ മേല് യഹോവയുടെ അഭിഷേകം വീണു. ആരുടെ മേലെ യഹോവയുടെ അഭിഷേകം വീണുണ്ടോ അവരുടെ മേലെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യമുണ്ട്. Now you see Samuel anointed David, and you see the Spirit of the Lord came upon David, and as David played, the evil spirit used to leave Saul. So similarly, if you are a person anointed by the Spirit of the Lord, evil forces will leave around you. അവനെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല. And no power can defeat you. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുന്നത് 13-ാമത്തെ വാക്യത്താവട്ട് വായിച്ചു കഴിയുമ്പോൾ യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന് മേലുണ്ടായിരുന്നു. And verse 13 down onwards we can see that from then onwards the Spirit of the Lord dwelt with David. നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട എന്ന് പറഞ്ഞിരിക്കുവാനല്ല, അഭിഷേകത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടുവാനിടയായി തീരണം. യേശു ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ പറഞ്ഞതാണ്, ഹല്ലേലൂയ, യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ച്, യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെ ഇരുന്ന് ഒരുമിച്ച് മാളിക മുറിയിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അവരുടെ മേലെന്നറിയാമോ അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വരുവാനിടയായി തീർന്നു. And we should not keep quiet after being saved. We should always expect the Spirit of the Lord, or the anointing of the Holy Spirit to be upon us. Similarly, as we see in the Acts of Apostles, people gathered together and they sat in the upper room waiting for the Holy Spirit, and they were all filled with the Holy Spirit. Similarly, we should wait and be anointed by the power of the Holy Spirit. 14-ാമത്തെ വാക്യം വായിക്കാം. Let's read verse 14. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറുമ്പോൾ കടന്നു വരുന്നതാണ് ദുരാത്മാവ്, ഈ ലോകത്തിലെ ആത്മാവ്, പിശാച്. ഹല്ലേലൂയ. രണ്ട് ആത്മാക്കളാണ് ഈ ലോകത്തിലുള്ളത്. ഒന്ന് പിശാചും അല്ല ദൈവത്തിന്റെ ആത്മാവും.
അത് നമ്മൾ തിരിച്ചറിയുവാനിടയായി തീരും. എങ്ങനെ തിരിച്ചറിയാം? ഫലം കൊണ്ട് തിരിച്ചറിയുവാനിടയായി തീരും. Now we can see that similarly the Spirit of the Lord was there upon Saul, but because of his works, the Spirit of the Lord departed from him, and a distressing spirit came upon him. In this world there are two types of spirits. One is the spirit of the evil, and another one is spirit of God. So we should note about that. 16:23 നമുക്ക് വായിക്കാം. Let's read verse 23. ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറും. പ്രൈസ് ദി ലോർഡ്. വേറെ പാട്ട് പാടുവോ ആരാധിക്കുകയോ ഒന്നും ചെയ്തില്ല. തൻ്റെ കയ്യിലുള്ള കിന്നരം ദാവീദ് എടുത്ത് എന്ത് അറിയാമോ? വായിക്കുവാനിടയായിത്തീരും. ദൈവം ചില കിന്നരങ്ങൾ എൻ്റെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് പ്രാർത്ഥനയായിരിക്കാം, പാട്ടായിരിക്കാം, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ ചില അരുളപ്പാടായിരിക്കാം. ഹല്ലേലൂയ അതെടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അറിയാമോ ചില ദുരാത്മാക്കൾ വിട്ടുമാറുവാനിടയായിത്തീരും. And you see, as the servant of God David, he did not sing, he did not do anything, but he just took his harp and he started playing. As he plays his harp, the evil spirit used to leave Saul. Similarly, God has given you and I some equipments and instruments. It could be prayer, it could be doing some other duties for the Lord. When we take that equipment and start using it, then you will be able to see these evil spirits departing. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. We shall all stand up in the presence of the Lord. ആരാധനയിൽ ദുരാത്മാക്കൾ വിട്ടുപോകുവാനിടയായിത്തീരും. And in worship we can see evil forces, evil spirit leave. ആരാധന ശത്രുക്കൾ പരാജയപ്പെടുവാനിടയായി. And we can see by our worship all the enemies will be destroyed. ആരാധനയിൽ ബന്ധനങ്ങൾ തകർക്കുവാനിടയായിത്തീരും. And in evil spirit and in worship we can defeat the enemy. ഇന്ന് പൽക്കാലം ഇവിടെ കടന്നു വന്നിട്ട് ആരും മൗനമായിരിക്കാതെ ആരാധിക്കുമ്പോൾ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു ആരാധിക്കുന്നുവെങ്കിൽ നമ്മുടെ മാത്രമല്ല ഈ ദേശത്തുള്ള പലത് ചങ്ങലുകൾ വീഴുവാനിടയായിത്തീരും. And as we are going to worship, we will be able to see there are so many bondages and chains are going to be broken. തലയുടെ വണക്കാൻ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. And without sleeping, let us pray in the presence of the Lord. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ദൈവസാന്നിധ്യം, ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഈ ചർച്ചനെ ഞങ്ങൾ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമേ കർത്താവ്. ശിശുവിന്റെ പാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം. കർത്താവിന്റെ വേലയിലെ വർദ്ധിച്ചു വരുവാന് അനേക ആത്മാക്കളെ നേടുവാന് ദൈവീയ രാജ്യത്ത് കാഴ്ചവെക്കുവാൻ സഹായിക്കണമേ. ഒരിക്കൽ നല്ല കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമം തന്നെ ആമേൻ.